അപ്പം നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇന്ന് നമ്മളുടെ അടുത്തുള്ള പാർക്കിലോട്ടാണ് വന്നിട്ടുള്ളത്. പാർക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ ഉള്ള നല്ല പാർക്കാണ്. പിന്നെ നമ്മൾ വീടിൻ്റെ അവിടുന്ന് കുറച്ച് വന്നാൽ മതി, ജസ്റ്റ് 1 കിലോമീറ്റർ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇവിടേക്ക് നല്ല അടിപൊളി പാർക്കാണ്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ്. നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് കുട്ടികൾ കുറേ ബോറടിക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട്, അതായത് കുറേ ദൂരമൊന്നും പോകണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വന്ന് കുട്ടികളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയായിട്ടാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ മഴ കാരണം നോട്ട് അലൗഡാണ്, എന്നാലും ജസ്റ്റ് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ട് വന്നതാണ്. പിന്നെ അങ്ങോട്ട് മുകളിലൊക്കെ നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല അടിപൊളിയായിട്ട് ഉള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ മഴ കാരണം നോട്ട് അലൗഡാണ്. അപ്പോൾ ഞാൻ സെക്യൂരിറ്റിനോട് പെർമിഷൻ ചോദിച്ചിട്ട് വന്നതാണ്. ജസ്റ്റ് കുറച്ചൊരു വീഡിയോ ഫോട്ടോസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ബേർഡ്സ് ഓഫ് തൊടുക്കാപ്പ്, ഇതിൻ്റെ ഉള്ളിലുള്ള ബേർഡ്സിൻ്റെ ഫോട്ടോസുകളൊക്കെയാണ് കാട്ടുന്നത് ഇവിടെ. പ്രത്യേകിച്ച് ഈ പാർക്കിൻ്റെ വിശേഷണം എന്ന് പറയുന്നത് ഫുള്ള് മുളങ്കാടുകളെ കൊണ്ട് അലങ്കൃതമായെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഇതാണ്. ഏറ്റവും ഇവിടെ കാണാനുള്ള ഏറ്റവും ഉള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മുളങ്കാട് മുകളിലൊക്കെ ഇങ്ങനെ നല്ല വീട് പോലെയൊക്കെ ആകൃതിയിൽ നല്ല അടിപൊളിയായിട്ട് പിന്നെ മുളങ്കാടുകൾ കൊണ്ട് നല്ല ഭംഗിയുള്ള ഏറ്റവും നല്ലത്. നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് കുറച്ച് ശരിക്കും നമുക്കൊന്ന് നടക്കാൻ മാത്രമുള്ള ദൂരം മാത്രമാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത്. നമുക്ക് സൺഡേ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇനിയിപ്പോൾ വൈകിട്ട് തന്നെയാണെങ്കിൽ ഇപ്പോൾ ഒക്കെ നമുക്ക് ഇവിടെ വന്ന് നല്ല അടിപൊളി, ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള നല്ല, കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല സമയം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഇവിടെ കൂടുതൽ ആളില്ല ഈ ടൈമിൽ, ഇവിടെ നോ പെർമിഷനാണ് ഇവിടെ. പിന്നെ ഞാൻ സെക്യൂരിറ്റിനൊക്കെ ചോദിച്ച് പെർമിഷൻ എടുത്ത് ഒക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത്. പിന്നെ നല്ല അടിപൊളിയായിട്ട് ഉള്ള കണ്ടില്ലേ, മുളങ്കാടെന്ന് ഇതിന് പറയാം. മുളങ്കാടുകളെ കൊണ്ട് തന്നെ കണ്ട, ചുറ്റിലും മുളങ്കാടുകൾ കൊണ്ട് അങ്ങനെ അടങ്ങ് മേൽഭാഗത്ത് ഫുള്ളും ഇതേപോലെ തന്നെ. ഇതിനേക്കാളും നല്ല വ്യൂ ആണ് മുകൾ ഭാഗത്തേക്കുള്ളത്. പക്ഷെ നമുക്ക് മുകളിലേക്ക് പോകാൻ പെർമിഷൻ ഇല്ല, അവിടേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ട്, പക്ഷേ നമുക്കിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ ഉള്ള ഇതിൽ നമ്മൾ പിന്നെ കാണിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ കണ്ടില്ലേ, ഫുള്ള് മുളങ്കാടുകളാണ്. മുളങ്കാടിൻ്റെ പല രൂപത്തിൽ നമുക്ക് ഇവിടെ എത്ര കണ്ടാലും ആസ്വദിച്ചാലും നമുക്ക് ഇത് പറയാം. നമ്മൾ തൊടുക്കാപ്പ് ഇക്കോ ടൂറിസം കൊന്നത് അതിൽ കാട്ടുന്നുണ്ട്. ഇതിൽ കണ്ടോ, അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഈ മുളങ്കാടിൻ്റെ ആണല്ലേ, ഇതവിടെ എഴുതിയിട്ടുണ്ട് തൊടുക്കാപ്പ് ഇക്കോ ടൂറിസം എഴുതിയിട്ടുണ്ട്. ഫുള്ള് മുളങ്കാട് കൊണ്ട് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ, നല്ല അടിപൊളി സ്ഥലമാണ്. കണ്ടില്ലേ, മരങ്ങളൊക്കെ ഫുള്ള് ആകാശം വരെ അങ്ങനെ പോയിട്ടുണ്ട്. അത്ര ദൂരം വരെ മരങ്ങളൊക്കെ വളർന്നു പോയിട്ടുണ്ട്. ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മഴയായിട്ട് ഫുള്ള് നല്ല പച്ച പിടിച്ചിട്ട് കിടക്കണം. ഫുള്ള് അങ്ങോട്ട് പോയാൽ ഫുള്ള് മേലെ ഫുള്ള് നല്ല സീനും കാര്യങ്ങളും, അങ്ങോട്ട് താഴെ പോയിട്ട് നല്ല പുഴകളൊക്കെ പോകണം, നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് എടുക്കാൻ കഴിയണില്ല അവിടെ പോയിട്ട്. ജസ്റ്റ് നമ്മൾ പുറത്തോട്ട് വന്നപ്പോൾ ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്ത് വന്നപ്പോൾ ഇവിടെ അടുത്തല്ലേ, അപ്പോൾ അത് കാരണം നമ്മൾ എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോയും കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ റോഡിൻ്റെ അടുത്തായിട്ടാണ്, അത് മെയിൻ റോഡിൻ്റെ അടുത്തായിട്ടാണ് ഇതൊക്കെ വരുന്നത്. കാരണം നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോകാനുള്ള കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ല. നമുക്ക് കുറച്ച് ടൈം എടുത്താലും നമുക്ക് ഇവിടെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ വരാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബോറടിക്കണ്ടല്ലോ ഒരുപാട് ടൈം. ഇപ്പോൾ കുറച്ച് കുട്ടീസൊക്കെ വന്നിട്ടുണ്ട്. കുട്ടീസൊക്കെ വരുന്നുണ്ട്, അവർ കളിക്കാനൊക്കെ
ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തിട്ട് ഓടി വരുന്നുണ്ട് കുട്ടികളൊക്കെ. ഞാൻ വീഡിയോ ചെയ്യുന്ന കണ്ടിട്ട് അവർ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. പിന്നെ അവർക്ക് കളിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കളിക്കാനുള്ള ആ ഒരു ഇതിലാണ്, അവർ കളിക്കാനുള്ള ഒരു ഇതിലാണ്. ഇതാ കണ്ടില്ലേ, അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവിടെ കളിക്കാൻ. അവർ കളിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി വന്നിട്ട് കുട്ടികൾക്ക് അവരൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കും. കാരണം മഴ കാരണമൊക്കെ നനഞ്ഞിട്ടുണ്ട്. എന്നാലും അവർക്ക് കുട്ടികളല്ലേ, അവർക്ക് കളിക്കാനൊരു ഉഷാറ്. നമ്മൾ കുറച്ചൊക്കെ നമ്മൾ അധികവും നമ്മൾ വീഡിയോയിൽ ഷോർട്ട് വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല, ലെങ്ത് വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇതുവരെയായിട്ട്. അത് നമ്മൾ കുറച്ച് ലെങ്ത് വീഡിയോ ആയിട്ട് പിന്നെ ഇത് കാണാനും ആസ്വദിക്കാനൊക്കെ ഉള്ളവർക്ക് നമ്മളെ കരിങ്കലത്താൻ അടുത്താണ് തൊടുകപ്പ ടൂറിസം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്തായിട്ട് കാണും. അതാണ് ഫുള്ള് നമ്മൾ കുറച്ച് മഴയില്ലാത്ത സമയത്ത് വരണം. കാരണം മഴയില്ലാത്ത സമയത്തിൽ മേലെ ഫുള്ള് കയറിപ്പോയി നമുക്ക് നല്ല വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ മുമ്പേ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ്. പിന്നെ ഇപ്പോൾ ഓൾറെഡി നോട്ട് അലൗഡ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് വീഡിയോ ചെയ്യാലോ, മഴ കാരണം നമുക്കൊന്നും പുറത്തിറങ്ങാനൊന്നും കഴിയണില്ല. അപ്പോൾ ജസ്റ്റ് ഇപ്പം മഴ നിന്നപ്പോൾ ഞാനൊന്ന് വന്നതന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ ഉള്ളിലോട്ടുള്ള റോഡൊന്നും അല്ലാത്ത കാരണം എപ്പോഴും പിന്നെ കുറച്ച് ആളുകളായാലും മഴ ആയാലും കുറച്ച് മെയിൻ റോഡല്ലേ. അപ്പം അത് കാരണം ഇവിടെ ആളൊക്കെ എപ്പോഴും ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ പിന്നെ ഇങ്ങനെ കളിക്കണമൊക്കെ നല്ല താല്പര്യമാവുകൊണ്ട് ഈ റോഡിൻ്റെ നല്ല അടുത്താവുകൊണ്ട് എന്താ പേര് റോഫ. നിങ്ങൾ യൂട്യൂബിൽ വരും കേട്ടോ. യൂട്യൂബിൽ വരട്ടെ നിങ്ങളെന്താ കളിക്കണേ? എന്താ കളിക്കണേ ഇല്ലേ? പിന്നെ നിങ്ങളെവിടെ വന്നതാ? ഇവിടെ മാത്രം കളിക്കാൻ വന്നതാ? ഞാൻ കളിച്ചോട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ മാത്രത്തിൽ അങ്ങോട്ട് മേലേക്കൊന്നും എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ ചെയ്യപ്പോൾ